നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒമാൻ തീരത്ത് 14 ഇന്ത്യക്കാരടങ്ങുന്ന പായ്ക്കപ്പൽ മുങ്ങുന്നതായി റിപ്പോർട്ട്. ശനിയാഴ്ച റാസൽ ഹദ്ദിന് കിഴക്ക് 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചത്. അമേരിക്കൻ നാവികസേനയാണ് നിർണായക വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. അമേരിക്കൻ നാവികസേനയുടെ P-8 പട്രോൾ വിമാനം സംഭവസ്ഥലത്തെത്തി അടിയന്തരമായി അപകടത്തിൽപ്പെട്ടവർക്കായി ലൈഫ് റാഫ്റ്റ് താഴേക്കിട്ടു നൽകുകയും ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. നിലവിൽ മർച്ചന്റ് വെസൽ ജബൽ അലി 9 എന്ന കപ്പലും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സോഹാറിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു ഈ കപ്പൽ. ഹോർമൂസ് കടലിടുക്കിന് സമീപം നിലനിൽക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്കിടയിലും US ഇന്ത്യൻ നാവികസേനകളുടെയും വാണിജ്യ കപ്പലിന്റെയും കൃത്യമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കി. രക്ഷപ്പെടുത്തിയ 14 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻതോതിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുവരുന്നു. ഒമാനിലെ റാസൽ ഹാഡിൽ നിന്ന് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ കിഴക്കാണ് അപകടമുണ്ടായതെന്ന് US നേവി അറിയിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. US നേവിയുടെ P-8 മാരിടൈം പട്രോളിംഗ് വിമാനം കപ്പലിന് സമീപം ലൈഫ് റാഫ്റ്റ് ഇറക്കിയതിനാൽ മാത്രമാണ് മുങ്ങാൻ തുടങ്ങിയ കപ്പലിൽ നിന്നും ക്രൂ അംഗങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. കപ്പൽ മുങ്ങാനുള്ള കാരണം അവ്യക്തമാണ്. ഒമാൻ തീരത്ത് ഇന്നലെ ഇന്ത്യക്കാരായ ജീവനക്കാരുള്ള MT ലിയാക്കി ഫ്രീഡം എന്ന എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ സമാനമായ നിരവധി സംഭവങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൃത്യമായ വിശദീകരണവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. കപ്പലിലെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം കപ്പലിനു നേരെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയത്. നേരത്തെ കപ്പലുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായി ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കപ്പലിലെ VHF റേഡിയോ പ്രതികരിക്കുന്നില്ലെന്നും എന്നാൽ കപ്പലിന്റെ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും യൂണിയൻ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ 14 ഇന്ത്യക്കാരടങ്ങുന്ന പായ്ക്കപ്പൽ മുങ്ങിയതിൽ ദുരൂഹതയൊന്നുമില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ അടുത്തിടെയായി നിരവധി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ മാത്രം ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപം MT സെറ്റബെല്ലോ ടാങ്കറിന് നേരെ നടന്ന US മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും 21 പേർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.